നമുക്കിന്ന് ചക്ക എരിശ്ശേരി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചക്കച്ചുള ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം, ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചെറിയ തരികളോട് കൂടിയിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ തേങ്ങാപ്പീരയും കൂടെ നല്ല ബ്രൗൺ കളറാകുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്ക എരിശ്ശേരിയിലേക്ക് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യുക. ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.